വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. KT എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ലാസ്റ്റ് നടന്ന സപ്ലൈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ മൊഡ്യൂൾ 1 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സർക്കുലർ കോൺ 40 mm ബേസ് ഡയമീറ്റർ ആൻഡ് 60 mm long is resting on HP on one point of base circle such that the axis makes an angle of 45 degree inclination with HP and 40 degree inclination with VP. Draw projections of the solid. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു കോണിൻ്റെ ആക്സിസ് 45 ഡിഗ്രി വിത്ത് HP, 40 ഡിഗ്രി വിത്ത് VP. ഓക്കെ, നമുക്ക് നേരെ പ്രൊജക്ഷൻസിലേക്ക് പോവാം. എക്സെല്ലാം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കോണാണ്. കോണിൻ്റെ ബേസ് ഡയമീറ്റർ എന്ന് പറയുന്നത് 40 mm ആണ്. ദെൻ ആക്സിസ് 60 mm. ഓക്കെ, ഇപ്പോൾ താഴെ റെസ്റ്റിംഗ് ഓൺ HP ആണ്. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നതെന്ന് കൂടെ നോക്കുക. HP-ലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് കാണാൻ പറ്റുന്ന ടോപ്പ് വീലായിരിക്കും. ദെൻ ഡയമീറ്റർ 40 mm ആണ് പറഞ്ഞത്. അപ്പോൾ റേഡിയസ് 20 mm എടുത്ത് സർക്കിൾ വരയ്ക്കാം. ഓക്കെ, 20 mm ബേസ് റേഡിയസ് എടുത്തുകൊണ്ട് സർക്കിൾ വരയ്ക്കാം. ഇതിന് ഹൈറ്റ് തന്നിരിക്കുന്നത് 60 mm ആണ്. ആക്സിസ് 60 mm ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് ഒരു ലൈൻ എടുക്കാം. ഇവിടുന്ന് 60 mm ഹൈറ്റ്. ഓക്കെ, ആക്സ് മാർക്ക് ചെയ്യാം. നമുക്ക് പോയിൻറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മളെപ്പോഴും കോണാകുമ്പോൾ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്കതുപോലെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മളൊരുത്തി സ്പീഡിലങ്ങ് വരച്ച് പോവുകയാണ്. ദെൻ 8 ഈക്വൽ പാർട്സ് നെയിം ചെയ്യാം. A, B, C, D, G and H. ദെൻ ഇതെല്ലാം മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ, നടുക്കത്തെ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ഇമാജിനറി പോയിൻറ്റ്സ് ആണ്. ഡാർക്ക് ആക്കേണ്ട ആവശ്യമില്ല. ഡാർക്ക് ആക്കി വരച്ചാലും കുഴപ്പമില്ല. ഇമാജിനറി ആയിട്ട് നമ്മൾ തിന്നാക്കി തന്നെയാണ് വരയ്ക്കുന്നത്. അതിന് മുകളിൽ നെയിം ചെയ്യാം. A ഡാഷ്, നെയിമിങ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് ചെയ്ത് ചാനൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ നെയിമിങ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഇൻക്ലിനേഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് അടുത്ത ഇൻക്ലിനേഷൻ വരയ്ക്കാൻ വേണ്ടി കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എന്തിൻ്റെയാണ് നോക്കുക. ഓക്കെ, HP-യുടെ കണ്ടീഷൻ എടുക്കണം. HP-യുടെ കണ്ടീഷൻ പറയുന്നത് ആക്സിസ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ വിത്ത് HP. അതായത് കോണിൻ്റെ ആക്സിസ് 45 ഡിഗ്രി, XY ലൈന് 45 ഡിഗ്രി ആക്കി വേണം അടുത്ത ഇൻക്ലിനേഷൻ വരയ്ക്കാൻ. ഓക്കെ, ദെൻ അതിനൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഇവിടുന്ന് 45 ഡിഗ്രി ലൈൻ ഓക്കെ, ഈ ലൈനിൽ വേണം ആക്സിസ് വരാനായിട്ട്. ആക്സിസ് വരിക എന്നുള്ളത് മാത്രമല്ല, ആക്സിസ് അവിടെ വരുമ്പോൾ വേണം ബേസ്. അതായത് നമ്മളിപ്പോൾ ആണ് റൈറ്റ്. അപ്പോൾ എന്ന് പറയുന്നത് XY ലൈനിൽ തന്നെ ടച്ച് ചെയ്തിരിക്കുകയും വേണം. ഈ 45 ഡിഗ്രി നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റുകയാണ്. കാരണം അല്ല ചിലപ്പോൾ നമുക്ക് അടുത്ത ഫിഗർ വരയ്ക്കാനുള്ള സ്പേസ് കിട്ടാൻ വേണ്ടി കുറച്ചുകൂടെ അടുപ്പിക്കുകയാണ്. ഓക്കെ, 45 ഡിഗ്രി ലൈൻ വരച്ചു. ഈ ലൈനിൽ വേണം ആക്സിസ് മാർക്ക് ചെയ്യാൻ.
ദെൻ ഇ എന്നുള്ള പോയിന്റ് എക്സ് ലൈനെ ടച്ച് ചെയ്തിരിക്കുകയും വേണം. ഓക്കെ, അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒ ഇ ലെങ്ത് എടുക്കാം. ഒ ഇ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 2.1 ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ 2.1 മൂവ് ചെയ്ത് നോക്കുക. എക്സ് ലൈൻ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ 2.1 എവിടെയാണോ വരുന്നത് അവിടെ നമുക്ക് വെച്ച് വരച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആക്സിസ് 45 ഡിഗ്രി ഇൻക്ലൈൻഡും ആവും, എക്സ് ലൈനെ ടച്ച് ചെയ്തുകൊണ്ട് എൻഡ് പോയിന്റ് ഇരിക്കുകയും ചെയ്യും. 2.1 എടുത്ത് ബേസ് മാർക്ക് ചെയ്യാം. എന്ന് പറയുന്നത് E1 ദിസ് പോയിന്റ് A1. ഓക്കെ, ദെൻ ബാക്കി പോയിന്റ്സ് നമുക്ക് മാർക്ക് ചെയ്യാം. അതിന് നമ്മൾ ഹൈറ്റ് എടുക്കാം. ഹൈറ്റ് നമുക്കറിയാം 60 mm ആണ് ഹൈറ്റ്. ഈ ഒരു പോയിന്റിന് 60 mm മാർക്ക് ചെയ്യാം. ദെൻ ഫസ്റ്റ് ഇൻക്ലിനേഷൻ്റെ ഫ്രണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഒരേ ചെറിയ ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യാം. പഴയ പേരുണ്ട് അതുപോലെ തന്നെ നെയിം ചെയ്യാം. ഫ്രണ്ട് കംപ്ലീറ്റ് ആയി. നടുക്കൂടെ ആക്സിസ് ആണ്, ആക്സിസ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുക. ഇതിൻ്റെ ടോപ്പ് കിട്ടാൻ വേണ്ടി നമുക്കറിയാം ഇതെല്ലാം പോയിന്റ്സും താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ നിന്നുള്ള പോയിന്റ്സ് എല്ലാം റൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്ക് ഓരോ പോയിന്റ്സ് കറസ്പോണ്ടിങ്ലി എടുത്ത് മാർക്ക് ചെയ്യാം. O1 then ബാക്കി പോയിന്റ്സ് A. H1 പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ ഒരു O1 കൊടുക്കാം. then നമുക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയർ പോർഷൻസ് ജോയിൻ ചെയ്യാം. എക്സ്റ്റീരിയർ പോർഷൻസ് എന്ന് പറഞ്ഞാൽ സിയും കോണാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കർവായിട്ട് വേണം പോയിന്റ്സ് ജോയിൻ ചെയ്യാൻ. സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്തത് കർവായിട്ട് ജോയിൻ ചെയ്യുക. അതെ, ബാക്കി പോയിന്റ്സ് വിസിബിൾ അല്ല, നമുക്ക് ബേസ് വിസിബിൾ അല്ലാത്തതുകൊണ്ട് ബാക്കി പോയിന്റ്സ് എല്ലാം ഡോട്ടഡ് ആയിട്ട് മാർക്ക് ചെയ്യാം. ദെൻ ആക്സിസ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഇൻക്ലിനേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് വി പി ഡി ഇൻക്ലിനേഷൻ. വി പി ഡി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആക്സിസ് തന്നെയാണ്. ആക്സിസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു വി പി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ബീറ്റ് കണ്ടുപിടിക്കേണ്ടി വരും, കാരണം ആക്സിസിൻ്റെ ലെങ്ത് ഓൾറെഡി ഇവിടെ റെഡ്യൂസ് ആയിട്ടുണ്ട്. കാരണം ഇവിടുന്ന് പാരലൽ വരച്ച് കഴിഞ്ഞപ്പോൾ ആക്സിസിൻ്റെ ലെങ്ത് റെഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും 5 ഡിഗ്രിയാണ് ക്വസ്റ്റ്യൻ തന്നത്. 45 ഡിഗ്രി വിത്ത് 40 ഡിഗ്രി വിത്ത് വി പി എന്ന് പറഞ്ഞാൽ ഗിവൺ ആംഗിൾ എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 എടുത്ത് നമുക്ക് ഒരിക്കലും ഈ ലെങ്ത് റെഡ്യൂസ് ലെങ്ത് വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് ആദ്യം 5 ഡിഗ്രി മാർക്ക് ചെയ്യാം. 5 ഡിഗ്രി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 40 ഡിഗ്രിയാണ്. ഇത് ട്രൂ ഇൻക്ലിനേഷൻ ആണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരു 40 ഡിഗ്രി ലൈൻ വരയ്ക്കാം. ട്രൂ ഇൻക്ലിനേഷനിൽ മാർക്ക് ചെയ്യേണ്ട ലൈൻ നമുക്കറിയപ്പോഴും ട്രൂ ലെങ്ത് ആണ്. അത് ആക്സിസിൻ്റെ ഒറിജിനൽ ലെങ്ത് എന്താണോ ആ ലെങ്ത് ആണ്. ഇപ്പോൾ ആക്സിസിൻ്റെ ഒറിജിനൽ ലെങ്ത് എടുക്കാം. ട്രൂ ലെങ്ത് ലൈനിൽ മാർക്ക് ചെയ്യണം.
then അവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ ലോക്കസ് ലൈൻ വരയ്ക്കാം. ആ ലോക്കസ് ലൈനിലേക്ക് ഇപ്പോഴത്തെ അപ്പാരൻ്റ് ലെങ്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആക്സിസിൻ്റെ ലെങ്ത് എടുത്ത് കട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ബീറ്റ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മുടെ സോൾഡ് ഇൻക്ലൈൻ ചെയ്യിപ്പിക്കേണ്ട ബീറ്റ ഡിഗ്രിയിലാണ്, 40 ഡിഗ്രിയിലല്ല. പകരം ഈ ഒരു ആംഗിളിൽ വേണം ഇനി സോളിഡ് ചരിച്ച് വരയ്ക്കാനായിട്ട്. നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു കോൺ അതേപോലെ ഇൻക്ലൈൻ ചെയ്ത് ഇവിടെ വരയ്ക്കണം. നമുക്ക് പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പെക്സ് നിയറാണെന്നോ എവേ ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എടുത്ത് വരയ്ക്കാം. ഓക്കെ, നമുക്ക് ഇനി ഈ സോൾഡ് ഇതുപോലെ ചരിച്ച് വരയ്ക്കുകയാണ്. ആക്സിസ് ഈ ബീറ്റ ഡിഗ്രിയിൽ ആക്സിസ് മാർക്ക് ചെയ്യണം. ദെൻ ബാക്കി ഇതുപോലെ ടിൽറ്റ് ചെയ്ത് വരയ്ക്കണം. നമ്മൾ ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് എടുക്കാം. ഓക്കെ, അപ്പെക്സ് ഞാൻ മുകളിലോട്ട് വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം സ്പേസ് കുറവ് കാരണം അപ്പെക്സ് മാക്സിമം മുകളിലേക്ക് കയറ്റി വരയ്ക്കാം. ഓക്കെ, ഇനി ഒരു ഡിസ്റ്റൻസ് കറസ്പോണ്ടിങ്ങിൽ എടുത്ത് മാർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഈ ഒരു ഫിഗർ അതുപോലെ വരയ്ക്കാം. പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പോയിൻ്റാണ് A2 നമുക്ക് വരയ്ക്കാം. അതുപോലെ തന്നെ E2. ഈ ലൈൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റ്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നെയിം ചെയ്യാം. നമുക്ക് നേരത്തെ പോലെ തന്നെ ഈസിയർ ആയിട്ടുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, ജോയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കേർവ്ഡായിട്ട് ജോയിൻ ചെയ്യാം. ഇതിനകത്തെ പോയിന്റ്സ് ഒന്നും വിസിബിൾ അല്ല. അകത്തെ പോയിന്റ്സ് എല്ലാം ഡോട്ടഡ് ആയിട്ട് മാർക്ക് ചെയ്യും. ദെൻ ആക്സിസ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പ് കംപ്ലീറ്റ് ആയി. ദെൻ ഇതിൻ്റെ ഫ്രണ്ടിലൂടെ വരയ്ക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. അതിനുവേണ്ടി ഈ പോയിന്റ്സ് എല്ലാം നേരെ മുകളിലേക്ക് ലൈൻസ് വരയ്ക്കുകയാണ് ചെയ്യുക.
മുകളിലോട്ട് ലൈൻസ് എല്ലാം വരച്ചു. ഇനി ഇവിടെ നിന്നുള്ള ലൈൻസ് എല്ലാം റൈറ്റിലേക്ക് മാർക്ക് ചെയ്യാം. ഇതന്നെ ഓരോ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. നമുക്കറിയാം E1 ആണ് ഇവിടെ ഉള്ളത്. ഇപ്പം 2' ഇവിടെ വരും. ഓക്കെ, നമുക്ക് വേണ്ട പോയിൻറ്റ്സ് എല്ലാം ജോയിൻ ചെയ്തു. ഇനി നമ്മൾ ഈ വ്യൂവിൽ നോക്കുമ്പോൾ ബേസ് നമുക്ക് വിസിബിൾ ആയിരിക്കും. കാരണം ഇതുവഴിയാണ് ഒബ്സർവർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നേരെ താഴെയാണ്. അപ്പോൾ ഈ ഡയറക്ഷനിൽ നിന്ന് ഇവിടെ നോക്കുന്ന സമയത്ത് ബേസ് നമുക്ക് വിസിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ബേസ് കണ്ടിന്യൂസ് സ്റ്റിക്ക് ലൈനായിട്ട് വരയ്ക്കാം. ദെൻ ബാക്കിയെല്ലാം ഡോട്ടഡ് ആക്കാം. അകത്തെ ഭാഗം ഡോട്ടഡ് ആക്കും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കാരണം ബേസ് വിസിബിൾ ആയിരിക്കും. നമ്മൾ തിരിച്ച് വയ്ക്കുകയാണെങ്കിൽ ബേസ് വിസിബിൾ അല്ലാതെ വരയ്ക്കാം. ക്വസ്റ്റിലൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുത്ത് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ബേസ് വിസിബിൾ ആണ്. നമുക്ക് ബേസിലെ ലൈൻസ് എല്ലാം ഡാർക്കായിട്ട് തന്നെ ജോയിൻ ചെയ്യാം. ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് വരിക. പെട്ടെന്ന് വെച്ചാൽ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട്. ദെൻ O എന്നുള്ള പോയിന്റ് ഇവിടെയാണ്. ദെൻ ഓയിലേക്ക് 2 ടാൻജൻറ്റ് വരച്ച് ജോയിൻ ചെയ്യാം. ദെൻ ആക്സിസ് ഡയമെൻഷൻ ചെയ്യാം. ഓക്കെ, ഇത്ര വരച്ച് ചെയ്യുമ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. ഈ പോയിൻറ്റ്സ് കുറച്ചുകൂടെ കറക്റ്റായിട്ട് നോക്കി വരച്ചാൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. അതായത് കുറച്ചുകൂടെ കേർവ്ഡ് ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ വരിക. അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓരോ പൊസിഷൻ, അതായത് സിമ്പിൾ പൊസിഷനിൽ ഫസ്റ്റ് ബേസ് ഫിയർ വരയ്ക്കുന്ന 6 മാർക്ക്, ദെൻ ഈ ഇംഗ്ലീഷിന് 6 മാർക്ക്, ദെൻ ഫൈനൽ ഇംഗ്ലീഷിന് 6 മാർക്ക്, ദെൻ 2 മാർക്സ് ഫോർ ഡയമെൻഷൻ ആൻഡ് നീറ്റ്നെസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, അതായത് ഈ ആംഗിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടില്ലെങ്കിൽ 3 മാർക്സ് റെഡ്യൂസ് ആവുന്നതായിരിക്കും. ഓക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കാം. എ സ്ക്വയർ പ്രിസം ഹാവിംഗ് എ ബേസ് വിത്ത് 35 mm സൈഡ് ആൻഡ് 60 mm ലോങ് ആക്സിസ് റെസ്റ്റ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ഇൻ HP such that the axis is inclined at 45 degree to HP. Draw its projections if the resting edge makes an angle of 30 degree with HP. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു സ്ക്വയർ പ്രിസം ബേസ് വന്നിട്ടുണ്ട് 35 mm, ഹൈറ്റ് വന്നിട്ടുണ്ട് 60 mm, HP-ലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ശ്രദ്ധിക്കുന്നത്. HP-ലാണ് റെസ്റ്റ് ചെയ്യുന്നത്, ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വെച്ചിട്ട് വേണം ഫസ്റ്റ് ഫിയർ, അതായത് ബേസ് ഫിയർ വരയ്ക്കാൻ. ഓക്കെ, ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു. ദെൻ അടുത്ത കണ്ടീഷൻ HP-യുടേത് ആക്സിസ് ഇൻക്ലൈൻഡ് 45 degree to HP, ആൻഡ് ദെൻ VP-യുടെ കണ്ടീഷൻ റെസ്റ്റിംഗ് ബേസ് എഡ്ജ് ഇൻക്ലൈൻഡ് 30 degree to VP. ഓക്കെ, അപ്പോൾ ഇവിടെ ബീറ്റയുടെ കാൽക്കുലേഷനൊന്നും വേണ്ടി വരാൻ ചാൻസസ് ഇല്ല. ഓക്കെ, നമുക്ക് എന്തായാലും വരച്ച് നോക്കാം. ഫസ്റ്റ് എക്സെല്ലാം വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം സ്ക്വയർ പ്രിസമാണ്, ബേസ് 35 mm, ഹൈറ്റ് 60 mm. ഓക്കെ, ഇപ്പോൾ ബേസ് 35 ഉള്ളൊരു സ്ക്വയർ പ്രിസത്തിന് ടോപ്പ് വരയ്ക്കാം.
ഇത് നെയിം ചെയ്യാം. നമുക്കറിയാം പ്രിസമാണ്, അതുകൊണ്ട് തന്നെ 2 ഫേസസ് ഉണ്ട്. ABCDയും കൊടുത്ത് PQRസും കൊടുത്തു. പ്രിസം ആയതുകൊണ്ട് തന്നെ ഡയഗണൽസ് എന്ന് പറയുന്നത് ഇമാജിനറി ലൈൻസ് ആയിരിക്കും. അപ്പോൾ തിന്നായിട്ട് വരയ്ക്കാം. ജസ്റ്റ് സെൻട്രൽ ലൊക്കേറ്റ് ചെയ്യുന്ന പർപ്പസിലുള്ള നല്ലൊരു എന്നൊരു നെയിം ചെയ്യാം. ടോപ്പ് കംപ്ലീറ്റ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 65 mm ആണ്. അപ്പോൾ 65 mm മുകളിലേക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഫ്രണ്ട് കംപ്ലീറ്റ് ആയി തന്നെ നെയിം ചെയ്യാം. നമ്മൾ മുകളിലത്തെ ബേസാണ് ABCD എടുത്തേക്കുന്നത്. നമ്മൾ ടോപ്പിൽ വിസിബിൾ ആയിട്ടുള്ള ABCD ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ മുകളിലത്തെ ബേസ് ആയിരിക്കും ABCD പോയിന്റ്സ് വരിക. താഴത്തത് PQRS ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനോട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഓഡാക്ഷൻ നെയിം കൂടെ ചെയ്യാം. ഓക്കെ, ഇതിന് ബേസ് വരെ കംപ്ലീറ്റ് ആയി. നമുക്ക് ഫസ്റ്റ് ഇൻക്ലിനേഷൻ്റെ കണ്ടീഷൻ നോക്കാം. ആക്സിസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു HP. ഓക്കെ, ഇവിടെ ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ ആണ് പറയുന്നത്. 45 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് ആക്സിസ് വരിക. നമുക്കറിയാം ആക്സിസ് ഇൻക്ലൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് 45 ഡിഗ്രി ആയിരിക്കും. ഒന്നെങ്കിൽ നമുക്ക് ആക്സിസ് എടുത്ത് നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ ഡിസ്റ്റൻസ് എടുത്ത് മൂവ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ബേസ് സൈഡ് 45 ഡിഗ്രി വരച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആക്സിസും 45 ഡിഗ്രി ആയിരിക്കും. ഡയമെൻഷൻ ചെയ്യുമ്പോൾ തിരിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം 45 ഡിഗ്രി ലൈൻ വരയ്ക്കാം. ഓക്കെ, 45 ഡിഗ്രി ലൈൻ വരച്ചു. ഞാൻ ഈ സൈഡാണ് എടുത്ത ആ ഒരു ലൈനിലേക്ക് വരയ്ക്കാൻ പോകുന്നു. ഓക്കെ, ആ ലെങ്ത് ഇവിടെ കട്ട് ചെയ്തു. ദെൻ ഒരു പകുതി എടുത്ത് ആക്സിസ് കൂടെ മാർക്ക് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഇവിടെ തന്നെ 45 ഡിഗ്രി ഡയമെൻഷൻ ചെയ്യാം. ദെൻ നെയിം ചെയ്യാം. ദെൻ കറസ്പോണ്ടിങ് ടോപ്പ് വരയ്ക്കാം.
നമുക്ക് ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. നമുക്ക് വേണ്ട പോയിന്റ്സ് ഒക്കെ ഇനി വിസിബിൾ ആയിട്ടുള്ള, നമ്മൾ മുകളിൽ നിന്ന് ആണ് നോക്കുന്നത്, ഈ ഡയറക്ഷൻ നോക്കുമ്പോൾ വിസിബിൾ ആയിട്ടുള്ള ABCD എന്നുള്ള ബേസ് ആയിരിക്കും. അപ്പോൾ ABCDയുടെ ടോപ്പ് വ്യൂ ഡാർക്ക് ആക്കാം. ദെൻ PQRSൻ്റെ ടോപ്പ് വ്യൂ ഡോട്ടഡ് ആക്കുക, കാരണം ABCD ആയിരിക്കും വിസിബിൾ. ഇത് ഔട്ടർ പോർഷനാണ്, അപ്പോൾ ഡോട്ടഡ് ആക്കേണ്ട ആവശ്യമില്ല. ഔട്ട് ലൈൻസ് ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഡോട്ടഡ് ആകാം, കാരണം ഇത് വിസിബിൾ ആയിരിക്കില്ല. ദെൻ ആക്സിസ് ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻക്ലിനേഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇപ്പോൾ ഇത്ര കഴിയുമ്പോൾ ഫസ്റ്റ് ഇൻക്ലിനേഷൻ കംപ്ലീറ്റ് ആയി. ദെൻ അടുത്ത കണ്ടീഷൻ നോക്കുമ്പോഴത്തേക്കും അടുത്ത കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് റെസ്റ്റിംഗ് എഡ്ജ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് VP. നമ്മൾ നോക്കുമ്പോൾ റെസ്റ്റിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ XY ലൈനിൽ ടച്ച് ചെയ്തിരിക്കുന്ന എഡ്ജ്, അതായത് QR എന്നുള്ള എഡ്ജാണ്. ഓക്കെ, ഇപ്പോൾ QRൻ്റെ ടോപ്പ് വ്യൂ, അതായത് Q1 R1 എന്നുള്ള ലൈൻ 30 ഡിഗ്രി വിത്ത് VP, അതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഒരു 30 ഡിഗ്രി ലൈൻ വെച്ചിട്ട് അതിൻ്റെ അകത്ത് QR എന്നുള്ള ലൈൻ മാർക്ക് ചെയ്യണം. വേറെ കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, വിസിബിലിറ്റിയുടെ കണ്ടീഷൻസ് ഒന്നുമില്ല. സോ നമുക്ക് QRൻ്റെ ലെങ്ത് എടുത്ത് ഒരു 30 ഡിഗ്രി ചരിച്ച് വരച്ചാൽ മതി. 30 ഡിഗ്രി ലൈൻ എടുത്തിട്ട് ആ ലൈനിലേക്ക് QR എന്നുള്ള ലൈനാണ് വരയ്ക്കേണ്ടത്. QR നമുക്കറിയാം ട്രൂ ലെങ്ത് തന്നെയാണ്, അപ്പോൾ നമുക്കിവിടെ ബീറ്റയുടെ ആവശ്യമൊന്നുമില്ല. 5 തന്നെ ലൈൻ വരയ്ക്കാം. ഓക്കെ, QRൻ്റെ ലെങ്ത് ഇത്രയാണ്. ഇതിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കൂടെ നമുക്ക് സ്പേസ് വിടേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ഒരു 30 ഡിഗ്രി ലൈനോട് പാരലായിട്ട് വരച്ചത്, കാരണം നമുക്ക് സ്പേസ് കിട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഈ ലൈനിലാണ് നമ്മളിനി QR എടുത്ത് വരയ്ക്കാൻ പോകുന്നത്. QRൻ്റെ ലെങ്ത് കോമ്പസിലെടുക്കാം. ദെൻ ഓക്കെ, QR എന്നുള്ള പോയിന്റ്സ് നമ്മളിവിടെയാണ് മാർക്ക് ചെയ്യുന്നത്. Q2 R2. ഇതിനോട് കറസ്പോണ്ടിങ് ലെങ്തുകളെടുത്ത് കട്ട് ചെയ്യാം. ഇതിന് താഴോട്ട് ഇപ്പോൾ നമുക്ക് വേണ്ട പോയിന്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ Oയ്ക്കുള്ള ലൈനോട് വരച്ചിടാം. ഇപ്പോൾ നമുക്ക് വേണ്ട പോയിന്റ്സ് എല്ലാം ആയി.
ഓക്കെ, നമ്മുടെ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് അറിയാം. നമുക്കിതെല്ലാം നേരെ ഫ്രണ്ടിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ദെൻ ഈ ഫിഗർ എല്ലാം റൈറ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്യുക. ദെൻ ഓരോ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആവും. ഓക്കെ, നമുക്ക് ഈ പോയിൻറ്റ്സ് എല്ലാം നേരെ മുകളിലേക്ക് എടുക്കാം. പി ക്യു താഴത്തെ ബേസ് ആയിട്ട് നമ്മൾ അങ്ങ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരുപാട് ലൈൻസ് വരും. നമ്മൾ പോയിൻറ്റ്സ് എല്ലാം താഴെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ദെൻ റൈറ്റിലേക്ക് പോയിൻറ്റ്സ് എല്ലാം എടുക്കാം. നമ്മൾ പോയിൻറ്റ്സ് എല്ലാം റൈറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഓരോ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. P2', Q2' അറിയാം എക്സ് ലൈനിലാണ്. ദെൻ R2'. E2'. ഓക്കെ, കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ വിസിബിൾ ആയെന്ന് നോക്കാം. നമ്മൾ ടോപ്പിലേക്ക് നോക്കുമ്പോൾ താഴെ ഇരിക്കുന്ന ബേസ് ABCD ആണ്. ഈ ഡയറക്ഷനിൽ നിന്ന് നോക്കുന്ന സമയത്ത് വിസിബിൾ ആയിട്ടുള്ള ABCD ബേസ് ആയിരിക്കും വിസിബിൾ. ഓക്കെ, അപ്പോൾ ABCDയുടെ പോയിൻറ്റ്സ് എല്ലാം ഡാർക്ക് ആക്കാം. ദെൻ PQRS ബാക്കി മറ്റേ ബേസ് വിസിബിൾ ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ മുകളിലത്തെ ABCD ഫുൾ ഡാർക്കായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ABCD ബേസ് മൊത്തം ഡാർക്കാക്കി. ദെൻ എക്സ്റ്റേണൽ ആയിട്ടുള്ള പോയിൻറ്റ്സ്, അതായത് ഔട്ട്ലൈൻസ് മൊത്തം ഡാർക്കാക്കണം. ഔട്ട്ലൈൻസ് വരുന്നത് P ഔട്ട്ലൈൻ വരും. ദെൻ Q വരും, QR, ദെൻ ഈ ഒരു ലൈൻ. ഇത്രയായിരിക്കും ഔട്ട്ലൈൻസ്. പിന്നെ 2 വിസിബിൾ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനും വിസിബിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത്ര വിസിബിൾ ലൈൻസായി. ദെൻ ഈ ഒരു ലൈൻ വിസിബിൾ ആയിരിക്കത്തില്ല, കാരണം S എന്നുള്ള പോയിൻറ്റ് വിസിബിൾ അല്ല. അതുകൊണ്ട് ഈ ലൈൻ ഡോട്ടഡ് ആയിരിക്കും. ഒരു ആക്സിസ് കൂടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ആക്സിസോട് മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. സിമ്പിൾ പൊസിഷൻ 6 മാർക്ക്, ദെൻ ഇയർ ഇംഗ്ലീഷിന് 6 മാർക്ക്, ഇയർ ഇംഗ്ലീഷിന് 6 മാർക്ക്, ദെൻ ഡയമെൻഷൻ ആൻഡ് നീറ്റ്നെസ് 2 മാർക്സ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ മൊഡ്യൂൾ 2 2 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ മൊഡ്യൂൾ 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.